ഗുഡ് മോർണിംഗ് എവരും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ ഈ ക്രിസ്ത്യൻ ലൈഫ്, യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഈ ലൈഫ്, അത് ഇൻറ്റൻഷണൽ ആയിരിക്കണം, മനഃപൂർവ്വമായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നുന്ന രീതിയിൽ, നമുക്ക് കംഫോർട്ടബിൾ ആയിരിക്കുന്ന രീതിയിൽ, നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ, അങ്ങനെയുള്ളൊരു ജീവിതത്തെ പറ്റിയോ അങ്ങനെയുള്ളൊരു ആരാധനയെ പറ്റിയല്ല ദൈവം പറയുന്നത്. ദൈവത്തിന് എന്തു വേണം, നമ്മളെപ്പറ്റി ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് പറയുന്നത്, അതനുസരിച്ചൊരു ജീവിതം, അങ്ങനെയുള്ളൊരു ജീവിതത്തെ മാത്രമാണ് ദൈവം അപ്രൂവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ജീവിതത്തിനെ പറ്റി മാത്രമാണ് ദൈവം ജീവിതത്തെപ്പറ്റി മാത്രമാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയല്ലാത്ത ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അതൊരിക്കലും പരിശുദ്ധമായിരിക്കുന്ന ഒരു ജീവിതം ആയിരിക്കത്തില്ല, ദൈവത്തിന് ഒട്ടും സ്വീകാര്യവുമായിരിക്കത്തില്ല. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകുന്ന നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കത്ത സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. ഹല്ലേലൂയ. ഫാദർ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ കർത്താവേ. അങ്ങയുടെ രാജ്യം വരട്ടെ കർത്താവ്. അങ്ങയുടെ തിരുഹിതം കർത്താവേ സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിൽ നടക്കട്ടെ കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങക്ക് എന്താണ് ഇഷ്ടം അത് മാത്രം ഈ ലോകത്തിൽ നടക്കട്ടെ കർത്താവേ. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കർത്താവ്. അങ്ങയുടെ ഇഷ്ടം മാത്രം, വേറെ ഒന്നിനും ഒരു പ്രാധാന്യം ഇല്ലാതിരിക്കട്ടെ കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് ഇന്ന് ഡ്യൂട്രോണമി ആവർത്തന പുസ്തകത്തിലേക്ക് പോകാം. ആവർത്തന പുസ്തകത്തിന്റെ 12ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ബലികൾ കൊടുക്കുന്നത് അല്ല, ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നത്, അത് ദൈവം എവിടെ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു, എന്താ പറയാ, ആഗ്രഹിക്കുന്നു, ആ സ്ഥലത്തായിരിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്കൊരു 12ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ വായിക്കാം. ഈ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്, കംപ്ലീറ്റ് വായിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് 1 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ ഒന്ന് വായിക്കാം. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം പ്രമാണിച്ച് നടക്കേണ്ട ചട്ടങ്ങളും വിധികളും ആവിത്. അപ്പൊ ഇതെങ്ങനെ വായിക്കുമ്പോൾ ചട്ടങ്ങളും വിധികളും കൊടുത്തിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത്. യഹോവ ഒരിക്കൽ പോലും മാറുന്നില്ല. യഹോവ തന്നെയാണ് യേശുവ. അവര് മാറുന്നില്ല, ദൈവം മാറുന്നില്ല. ദൈവം മാറുമായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ സ്വഭാവം സമയാസമയം മാറുന്നതായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കത്തില്ലായിരുന്നു, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം മാറുന്നില്ല. അവരോട് ഫിസിക്കലി ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. ചെയ്തു. അവരതിനൊക്കെ മുടക്കം വരുത്തി. അതുകൊണ്ടാണല്ലോ അവരെ ദൈവം നാട് കടത്തേണ്ടിയൊക്കെ വന്നത്. പക്ഷെ ഇന്ന് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുക, അല്ലെ? ഇന്റൻഷണൽ ആയിരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഹോളിനെസ്, പരിശുദ്ധി, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരികയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഹോളിയാകും തന്നെ ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം പറഞ്ഞനുസരിച്ച് ജീവിക്കുമ്പോൾ, അല്ലെ, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിന്റെ റൈച്ചസ്നെസ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനെ നയിക്കുന്ന രീതിയിൽ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെട്ട ഒരു ജീവൻ നമ്മൾ ജീവിക്കും. ദൈവത്തിന്റെ ആ പ്യൂരിറ്റി, ദൈവത്തിന്റെ ആ ഹോളിനെസ് നമ്മൾ നമ്മുടെ ജീവിതത്തിലും ഇംപ്ലിമെന്റ് ചെയ്യുകയോ ചെയ്യുന്നത്, നടപ്പിലാക്കുകയോ ചെയ്യും. അത് തന്നെയാണ് ദൈവത്തിന്റെ ആവശ്യം. അത് തന്നെയാണ് ദൈവം നമ്മളെപ്പറ്റിയും ഉദ്ദേശിക്കുന്നത്, അല്ലെ? 2ാമത്തെ വാക്കൂട്ട്, നിങ്ങൾ ദേശം കൈവശമാക്കുവാൻ പോകുന്ന ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിൽ മേലും കുന്നുകളിൽ മേലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തങ്ങളുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളൊക്കെയും നിങ്ങൾ അശേഷം നശിപ്പിക്കണം. അപ്പൊ നമുക്കറിയാം, അല്ലെ, അവരിങ്ങനെ കനാനിലുള്ള ആൾക്കാര്, അല്ലെ, എല്ലാ രാജ്യക്കാരും അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ സ്വന്തം കുഞ്ഞുങ്ങളെ വരെ ബലി കൊടുത്തോണ്ടിരിക്കുക, അല്ലെ, എന്നുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെയുള്ള നാശപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ? ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് വിചാരിച്ചോണം. ദൈവത്തിന്റെ സൃഷ്ടിയെ ബലി കൊടുത്തോണ്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു കനാനിലൊക്കെ ഉണ്ടായിരുന്നത്, അല്ലെ? അപ്പൊ ഇന്ന് ബലി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത്, അത് നമ്മുടെ ജീവനെ കംപ്ലീറ്റ് ആയിട്ട് ബലി കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഇന്ന് എത്രയോ മാതാപിതാക്കള്, അല്ലെ, തന്റെ മക്കളെ കൊണ്ട് പിശാചു വർഷിപ്പ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ? ഓരോ ന്യൂജൻ പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ പിന്നെ വിച്ച് ക്രാഫ്റ്റിലേക്ക്, കൂടോത്രങ്ങളിലേക്ക്, ഐഡിൽ വർഷിപ്പിലേക്ക്, അല്ലെ, അങ്ങനെ ഓരോ മക്കയിലും മദയിലും മോസ്കിലും പോയി കിടന്നുള്ള വർഷിപ്പിലേക്ക് അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങളെ, അല്ലെ, അവര്
പിശാചിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പൊ ദൈവം ഇവിടെ കാണുന്നു, ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആ ദേശം കൈവശമാക്കുമ്പോൾ അവര് എല്ലായിടത്തും പോയി കിടന്ന് വർഷിപ്പ് ചെയ്യണം അവരുടെ ദൈവത്തെ, അല്ലെ? എല്ലാ ഉയർന്ന പർവ്വതങ്ങൾ, എല്ലാ പച്ചമരത്തിന്റെ കീഴിലും അവർക്ക് അവരെ ആരാധിച്ചുകൊണ്ടിരിക്കുക അവരുടെ ദൈവങ്ങളെ. അതെല്ലാം ചവിട്ടി നശിപ്പിച്ച് കളയണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മൂന്നാമത്തെ വാക്കോട് പറയാം, അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം, അവരുടെ ബിംബങ്ങളെ തകർത്തു കളയണം, അവരുടെ അശേര പ്രതിമകളെ തീയിൽ ഇട്ട് ചുട്ടുകളയണം, അവരുടെ ദേവപ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞ് അവയുടെ പേർ ആ സ്ഥലത്ത് നിന്ന് നശിപ്പിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവ ആ വിധത്തിൽ സേവിക്കേണ്ടതല്ല, അല്ലെ? കാണുന്നോടത്തെല്ലാം കൊണ്ടല്ല സേവിക്കേണ്ടത്. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന കാണുന്നോടത്ത് കൊണ്ടല്ല. പിന്നെ ഇവര് ചെയ്യുന്ന പോലത്തെ വർഷിപ്പും അല്ല ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മൾ ആരെയും ബലി കൊടുക്കേണ്ടതില്ല, സ്വന്തം മകനെ ബലി കൊടുത്താണ്, അല്ലെ? യേശുക്രിസ്തുവിനെ ബലി കൊടുത്താണ് നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടി, നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഹോളി ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി, നമ്മളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം സ്വന്തം പുത്രനെ ബലി കൊടുത്ത് കഴിഞ്ഞിരിക്കും. ഇനി നമ്മൾ ആരെയും ബലി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല, അല്ലെ? ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അഞ്ചാമത്തെ വാക്കുണ്ട്, നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രത്തിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലണം. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുക, ദൈവം പറയുക, മൂന്നൊട്ടൊക്കെ വാക്കുകൾ, ഇപ്പോ രണ്ടും മൂന്നും നാലൊക്കെ വാക്ക്, രണ്ടും മൂന്നൊക്കെ വായിക്കാൻ നമുക്കറിയാം. ആ നാട്ടിൽ ഒന്നുണ്ടായിരുന്ന മനുഷ്യര്, അല്ലെ? കനാനിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാര്, അവര് അശേര പോളൊക്കെ എവിടെ വേണമെങ്കിലും സ്ഥാപിക്കായിരുന്നു. ഓരോ കുന്നിന്റെ പൊക്കത്ത്, ഓരോ മലമുകളില്, ഓരോ മരത്തിന്റെ കീഴില്, എല്ലായിടത്തും ഓടി നടന്ന ഒരു വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ദൈവത്തെ. പക്ഷെ ഇവിടെ ദൈവം പറയുവാണ്, അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെയല്ല. എഫേസ്യർക്കകത്ത് ലേഖനത്തിൽ ഇങ്ങനെ നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ദൈവത്തിന്റെ മക്കൾ ദൈവം നേരത്തെ കണ്ടവരാണ്, അല്ലെ? ഇസ്രായേൽ ദൈവത്തിന്റെ ആദിജാതനാണ്. അപ്പൊ ആദിജാതൻ ചെയ്യേണ്ടത് ഈ മറ്റുള്ള ലോകത്തുള്ള ആൾക്കാർ ചെയ്യുന്ന രീതിയിലുള്ള വർഷിപ്പല്ല എന്നാ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ സകല ഗോത്രത്തിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലണം. അപ്പൊ യഹോവയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെ? എവിടെ നമ്മൾ ചെന്ന് വർഷിപ്പ് ചെയ്യണമെന്നും എവിടെ ചെന്ന് ഹോമയാഗങ്ങളും ഒക്കെ നടത്തണമെന്നുള്ള കാര്യവും യഹോവ തീരുമാനിക്കും. നമ്മൾ അത് ചെയ്യണം, അല്ലെ? എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയാം, ആറാമത്തെ വാക്കോട്ടെ, അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ദഹനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉയർച്ചാർപ്പണങ്ങൾ, നിങ്ങളുടെ നേർച്ചകൾ, സ്വമേധാദാനങ്ങൾ, നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകളെ എന്നിവയെ നിങ്ങൾ കൊണ്ടു ചെല്ലണം. അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെ കുറിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം. ഇന്ന് ഇവിടെ ഓരോരുത്തർ താന്താന് ബോധിച്ച പ്രകാരം ഒക്കെയും ചെയ്യുകയും പോലെ നിങ്ങൾ ചെയ്യരുത്, അല്ലെ? അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുക, ദൈവം, അല്ലെ, നിങ്ങളുടെ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ട നിങ്ങളുടെ സകല ഗോത്രം, 12 ഗോത്രത്തിന്റെ നടുക്ക് എവിടെയാണ് ദൈവം തീരുമാനിക്കുന്നത് അവിടെ ചെന്ന് നിങ്ങൾ വർഷിപ്പ് ചെയ്യണം. നിങ്ങളുടെ യാഗങ്ങളെല്ലാം കഴിക്കണം, അല്ലെ? ഹോമയജ്ഞ ദഹനയാഗങ്ങളും ദശാംശം തയ്ത്തു കൊടുക്കുന്നതും, അല്ലെ? നിങ്ങളുടെ സ്വമേധ ദാനങ്ങളും എല്ലാം അവിടെ കൊണ്ട് കൊടുക്കണം, അല്ലെ? പിന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക, എന്താ പറയുക, നിങ്ങൾ ഇന്ന് ചെയ്യുന്നത്, അപ്പൊ ഇവര് കനാലിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചു ആ സമയത്ത്. എട്ടാമത്തെ വാക്യം വരിക, ഇന്ന് ഇവിടെ ഓരോരുത്തരും തോന്നുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷെ അതുപോലെയല്ല ഇനി നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ, നിങ്ങൾ കനാനിൽ ചെല്ലുമ്പോൾ, നിങ്ങളുടെ പ്രോമിസ്ഡ് ലാൻഡ് ചെന്ന് കഴിയുമ്പോഴേക്കും നിങ്ങൾ ജീവിക്കേണ്ട ജീവിതം ഇന്നും നിങ്ങൾ ജീവിക്കുന്ന രീതിയിലുള്ള ജീവിതമല്ല. അപ്പൊ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്ന പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞാല് ഒരു ലാൻഡായിരുന്നു, ഒരു ഭൂമിയായിരുന്നു. പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി കൊടുക്കുന്ന പറഞ്ഞു, അല്ലെ? എബ്രഹാമിനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കനാൻ കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്, അല്ലെ? എബ്രഹാമിന് കനാൻ തന്നെ കൊടുക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, എബ്രഹാമിന്റെ സന്തതി മുഖാന്തരം ലോകത്തുള്ള സകല കുടുംബങ്ങളും എന്താ പറയാ സാൽവേഷൻ, അല്ലെ? അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് അതായിരുന്നു എബ്രഹാമിന്റെ ശരിക്കുമുള്ള വാഗ്ദാനം എന്ന് പറഞ്ഞാല്. പക്ഷെ എബ്രഹാമിനും ഫാമിലിക്കും താമസിക്കാൻ വേണ്ടി ഒരു ലാൻഡ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫിസിക്കലായിട്ട് ലാൻഡ് തരുമെന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്.
പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ പ്രോമിസ് എന്ന് പറഞ്ഞാല് യേശുക്രിസ്തു ആണ് അല്ലെ. ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പ്രോമിസ് എന്ന് പറഞ്ഞാല്, ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരുന്ന പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് ആയിരുന്നെങ്കിൽ, ഒരു ഭൂമിയായിരുന്നെങ്കിൽ, ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ അതൊരു വ്യക്തിയാണ് അല്ലെ. യേശുക്രിസ്തു ആണ് നമ്മൾക്കുള്ള പ്രോമിസ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലാൻഡിലേക്ക് വന്നിട്ടില്ല, വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ, അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതിനെ പറ്റിയാണ് യഹോവ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത്രയും നാൾ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ നടന്നു. പക്ഷെ ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിലായിരിക്കുമ്പോൾ അല്ലെ, യേശുവിന് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലുള്ള ജീവൻ വന്ന് ചർച്ചിനോട് ദൈവം പറയുവാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുക, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങൾ ദൈവമായ യഹോവ നിങ്ങൾക്ക് കൈവശമാക്കി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവൻ നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയരായി വസിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ചാർപ്പണങ്ങൾ, നിങ്ങളുടെ യഹോവയ്ക്ക് നേരുന്ന വിശേഷമായ നേർച്ചകൾ എല്ലാം എന്നിങ്ങനെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധി നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും നിങ്ങളുടെ പട്ടണങ്ങൾ ഉള്ള ലേവ്യനും സന്തോഷിക്കണം. അവരും നിങ്ങളോട് കൂടെ ഓഹരിയും അവകാശവും ഇല്ലല്ലോ. നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. യഹോവ നിന്റെ ഗോത്രങ്ങളിൽ ഒന്നിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കണം. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നീ ചെയ്യണം. അപ്പൊ ഇങ്ങനെ പറയാം, നിനക്ക് ബോധിക്കുന്ന സ്ഥലത്ത് കൊണ്ട് നീ നിന്റെ ഹോമയാഗങ്ങളും പാപത്തിന്റെ യാഗങ്ങളും അങ്ങനെ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത്, ഗോത്രങ്ങളുടെ ഇടയിൽ വെച്ച് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അല്ലെ, അവിടെ മാത്രം നീ നിന്റെ തൈത്ത് കൊടുക്കും, നിന്റെ ഹോമയാഗം കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഈ 1 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ 3 പ്രാവശ്യം ദൈവം ഒരേ കാര്യം പറഞ്ഞു അല്ലെ. ദൈവം മോസസ് വഴി 3 സ്ഥലത്ത് ഒരേ കാര്യം പറഞ്ഞിരിക്കുക. യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ഹോമയാഗങ്ങൾ നടത്തുക. യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ എന്താ പറയാ സ്വമനശാലിയുള്ള യാഗങ്ങൾ അല്ലെ, നീ നിന്റെ തൈത്ത് കൊടുക്കുക. യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ വർഷിപ്പ് നടത്തുക എന്ന് പറഞ്ഞ ഹോമയാഗം എന്ന് സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ അല്ലെ, സാക്രിഫൈസ് നടക്കുന്നത് ഓൾട്ടറിലാണ് അല്ലെ. അപ്പൊ ഓൾട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയാണ് സാക്രിഫൈസ് നടക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മളുടെ സാക്രിഫൈസ് ആണ് ഏറ്റവും, നമ്മൾ മനുഷ്യന്റെ സാക്രിഫൈസ് എന്നല്ല പറഞ്ഞത്, നമ്മൾ ദൈവത്തിന് ബലിയായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ആരാധന അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു തന്നെ പിതാവിന് വേണ്ടി ബലി കൊടുത്തുകൊണ്ടാണ് പിതാവിനെ ആരാധിച്ചത് അല്ലെ. അപ്പൊ നമ്മൾക്ക് മുടക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ദൈവത്തിനായിട്ട് കൊടുക്കുമ്പോൾ അതൊരു ബലിയാണ്, അതൊരു ആരാധനയാണ്. ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, റോമക്കെഴുതിയ ലേഖനത്തിന്റെ 18-ാമത്തെ ചാപ്റ്ററിന്റെ 1-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു ബലിയായിട്ട് കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ആരാധനയാണ് അല്ലെ. അപ്പൊ ബലി കൊടുക്കുക എന്നുള്ള ആരാധന, നമ്മുടെ സമയം ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ അതൊരു ആരാധന, അതൊരു ബലിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിലും യൂട്യൂബിലും അതും ഒക്കെ കണ്ടോണ്ടിരിക്കുന്ന എന്താ പറയാ റീൽസ് കണ്ടോണ്ടിരിക്കുന്ന സമയം അതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ദൈവത്തിന് സമയം കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ അതൊരു ആരാധനയാണ് അല്ലെ, അതൊരു ആരാധനയാണ്. അപ്പൊ അവിടെ ദൈവം പറഞ്ഞിങ്ങനെ, നിങ്ങൾ എന്ത് തരത്തിലുള്ള ആരാധന ചെയ്താലും അല്ലെ, എന്ത് തരത്തിലുള്ള ബലി കൊടുത്താലും അവർ ദൈവത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കണം എന്നാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുക. ദൈവം തിരഞ്ഞെടുത്തുള്ള സ്ഥലത്ത് കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ലോകത്തുള്ള മനുഷ്യരെ പോലെയല്ല അല്ലെ, ഇന്റൻഷണൽ ആയിരിക്കണം, നിങ്ങൾ മനഃപൂർവ്വമായിട്ട് എന്നെ ഫോളോ ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ 14-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെയാ പറഞ്ഞിരിക്കുക ദൈവം. ആവർത്തന പുസ്തകത്തിന്റെ 14-ാമത്തെ ചാപ്റ്റർ 23 തൊട്ട് 26 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, 24-ാമത്തെ വാക്ക് പറയാം, നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം വളരെ അകലെയും അതുകൊണ്ട് എന്താ പറയുക തൈത്തിന്റെ കാര്യം പറയുക, അതുകൊണ്ട് പോകാൻ കഴിയാത്തവണ്ണം വഴി അതിദൂരവുമായിരുന്നാൽ അല്ലെ,
23 തൊട്ട് വായിക്കാം. നിന്റെ ദൈവമായ യഹോവ എല്ലായ്പ്പോഴും ഭയപ്പെടുവാൻ പഠിപ്പിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശവും നിന്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകളെയും അവന്റെ സന്നിധിയിൽ വെച്ച് തിന്നണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലം വളരെ അകലെയും അതുകൊണ്ട് പോകുവാൻ കഴിയാത്തവണ്ണം വഴി ദൂരവും ആയിരുന്നാൽ അത് വിറ്റ് പണമാക്കി പണം കയ്യിൽ എടുത്ത് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുപോകണം. ഇതിപ്പോ ഇവിടെ പറയുക, ഇവരുടെ തൈത്തും അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവർക്ക് ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും എണ്ണയുടെ ദശാംശവുമായിട്ട് ഇവര് പോകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പക്ഷെ ദൈവത്തിനോട് പറയുക, ഇപ്പൊ ഒത്തിരി ദൂരെയാന്ന് വിചാരിച്ചു അല്ലെ. ഇപ്പൊ ജെറുസലേമിലാണ് പ്രാർത്ഥന നടക്കുന്നതെങ്കിൽ ജെറുസലേമിൽ ടെമ്പിളിൽ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഒത്തിരി ദൂരെയാണ് അവര് വീടെങ്കിൽ അപ്പൊ ജെറുസലേമിൽ എത്തിപ്പെടാൻ ഇവർക്ക് പറ്റത്തില്ലെങ്കിൽ ഒത്തിരി അധികം ഉണ്ടെന്ന് വിചാരിച്ചു. ദശാംശം ഒരുപാടുണ്ട്, കിലോ കണക്കിന് ദശാംശം അവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. അത്ര അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ലോറി ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവർക്ക് അത് അവിടം വരെ എത്തിക്കാൻ പാടാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾ അതിനുള്ള പണവുമായിട്ട് അത് വിറ്റ് പണമാക്കി കയ്യിലെടുത്തോണ്ട് യഹോവയുടെ മുമ്പിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് മനഃപൂർവ്വമായിട്ട് സ്റ്റെപ്പ് എടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. യഹോവയെ വാഴ്ത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റെപ്പ്, ഒരു ജീവിതം അല്ലെ, അങ്ങനത്തെ ഒരു ജീവിതം നയിക്കും. ഇതില്ല, ഇത്രയും ദൂരമാണ്, എനിക്ക് ഇതുമായിട്ട് ഇങ്ങനെ ഒന്നും പോകാൻ പറ്റത്തില്ല, ഇതിന്റെ ഒന്നും കാര്യമില്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെ എന്താ പറയുക യാഗങ്ങളൊക്കെ നടത്തിയേക്കാം എന്നുള്ള ചിന്ത പാടില്ല എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ നമുക്കറിയാം ഇത് നമ്മൾക്ക് എങ്ങനെയാണ്, ചർച്ചിന് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. അപ്പൊ പ്രാർത്ഥനയുടെ കാര്യം പറയുകയാണെങ്കിൽ 10:6 ദൈവം പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് മത്തായിയുടെ 6:5-6 വായിക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വഴിയുടെ സൈഡിൽ അവിടെ ഇവിടെ എല്ലാം സിനഗോഗിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുക എങ്ങനെയാണ്, നിങ്ങളുടെ വീടിന്റെ അകത്ത് അല്ലെ, നിങ്ങൾ സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ദൈവം മാത്രവും ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രാർത്ഥനയുടെ ആരാധനയുടെ കാര്യം മാത്രമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജീവൻ തന്നെ ആരാധനയാണ് അല്ലെ. നമ്മൾ 4 പാട്ടുപാടി കൈകൊട്ടുന്നത് മാത്രമല്ല ആരാധന അല്ലെ, നമ്മുടെ ജീവിതം തന്നെ ആരാധനയായിരിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും അല്ലെ, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ ദൈവത്തെ വാഴ്ത്തുന്നതിനായിട്ടുള്ളത്, ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ഒബീഡിയന്റ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 51-ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം 51-ാമത്തെ സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ വാക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവത്തിന് സാക്രിഫൈസിനോട് താല്പര്യമൊന്നുമില്ല, പക്ഷെ എന്തിനോട് താല്പര്യം നമുക്ക് ദൈവത്തിന്, നമ്മള് അനുസരണയുള്ളവരായിരിക്കുക എന്നുള്ളതുകൊണ്ട് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15-ാമത്തെ ചാപ്റ്ററില്, ഞാൻ എന്റെ പിതാവിനെ അനുസരിച്ചുകൊണ്ട് പിതാവിന്റെ സ്നേഹത്തിൽ വസിച്ചു അബൈഡ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളോട് അതുപോലെ തന്നെ ആയിരിക്കാൻ പറ്റുക. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തെ അനുസരിച്ചുകൊണ്ട്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടം നമ്മളുടെ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് അല്ലെ. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമാണ്, ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഏതൊരു കാര്യത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി വരത്തില്ല. അനുസരണ എന്നുള്ള അങ്ങനെയാണ് അല്ലെ. ദൈവം ഇവിടെ പറയുന്നത് ഇങ്ങനെ, നീ നിന്റെ ജീവിതം ജീവിക്കുന്നത് അല്ലെ, അതൊരു മനഃപൂർവ്വമായിട്ടുള്ള ജീവിതം ജീവിക്കുന്ന ഒരു പർപ്പസ്ഫുൾ ആയിട്ട്, എനിക്ക് എന്റെ ദൈവത്തിന്റെ വഴി കൂടെ നടക്കണം, എന്റെ ഓരോ പ്രവർത്തികളും എന്റെ ദൈവത്തെ വാഴ്ത്തുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം, ഞാൻ അനുസരണയുള്ളവനായിരിക്കണം. കാരണം എന്റെ ദൈവം പറഞ്ഞിരിക്കുന്നത് സാക്രിഫൈസിലും ബലിയിലും ഒന്നും ബാൻഡ് ഓഫറിങ്ങിലും ഒന്നും തന്റെ ദൈവത്തിന് ഒരു ഡിലൈറ്റും ഇല്ല. നമ്മൾ 1-ാമത്തെ ശമൂവേലിലേക്ക് പോകുമ്പോൾ 22-ാമത്തെ വാക്ക് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സാക്രിഫൈസ് ബാൻഡ് ഓഫറിംഗ് കൊണ്ടോ ഒരു തരത്തിലുള്ള സാക്രിഫൈസ് അതിലൊന്നും ദൈവം ഡിലൈറ്റ് ചെയ്യുന്നില്ല. ദൈവം ഡിലൈറ്റ് ചെയ്ത് ദൈവം സന്തോഷിക്കുന്ന ആനന്ദിക്കുന്ന എന്ന് പറഞ്ഞ് നമ്മള് അനുസരണയുള്ളവരായിരിക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവം എന്താണ് പറയുന്നത്, ദൈവത്തിന് എന്താണ് ഇഷ്ടം, അതുപോലത്തെ ഒരു ജീവിതം, അതിനെപ്പറ്റി ദൈവം എന്താ പറയുന്നത് ആഗ്രഹിക്കുന്നത് നമ്മൾ
അല്ലെ? നമ്മളിൽ നിന്ന് ഞാന് ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ശുദ്ധീകരിക്കുവാണ് അങ്ങയുടെ ഹെൽപ്പോട് കൂടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ആവശ്യമില്ലാത്ത സമയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നത്, ഞാൻ ആവശ്യമില്ലാത്ത തരത്തിലുള്ള സംസാരം ഞാൻ സംസാരിക്കുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ കാണുന്നത്, ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ഞാനായി പോകുന്നത്, അതൊന്നും ദൈവത്തെ വാഴ്ത്താത്ത രീതിയിലുള്ള ബന്ധങ്ങൾ, ദൈവത്തെ വാഴ്ത്തുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കാണുന്നത്, അതെല്ലാം നിർത്തിക്കൊണ്ട് ദൈവമേ, ഞാൻ അങ്ങനെ വാഴ്ത്തുന്നതിന് വേണ്ടി ഒരു ജീവിതം ജീവിക്കാൻ പോവുക. അങ്ങനെ ഒരു മനഃപൂർവ്വമായിട്ടുള്ള തീരുമാനം എടുക്കാനും, ആ മനഃപൂർവ്വമായിട്ടുള്ള ഇന്റൻഷൻ ആയിട്ടുള്ള തീരുമാനം എടുക്കാനും, അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ് അത് നമ്മൾ ഉണ്ടായിരിക്കണം എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇസ്രായേൽ മക്കളോട് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ ഹനന യാഗവും നിങ്ങളുടെ സ്വമേധയുള്ള യാഗവും അല്ല, നിങ്ങളുടെ പാപത്തിനുള്ള യാഗവും നിങ്ങളുടെ ദശാംശം കൊടുക്കുന്നതും എല്ലാമായിട്ട് ദൈവം എവിടെ തന്റെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ദൈവത്തിന് എവിടെയാണോ താല്പര്യം, അല്ലെ, ദൈവത്തിന് എവിടെയാണ് തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം, ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നു, അവിടെ നിങ്ങൾ വരണം എന്നാ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുക എന്നുള്ളത് അതൊരു മനഃപൂർവ്വമായിട്ടുള്ള തീരുമാനമാണ്. കിലോമീറ്ററുകൾ ദൂരെ ആയിരിക്കും ഒരു പക്ഷെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഞാൻ അവിടെ പോകും എന്നൊരു തീരുമാനം, അല്ലെ, ഞാൻ അവിടെ പോകും എന്നുള്ള തീരുമാനം, എനിക്ക് അവിടെ കൊണ്ട് സാക്രിഫൈസ് കൊടുത്താൽ മതി എന്നുള്ള തീരുമാനം, ആ തീരുമാനം അനുസരിച്ച് ഒരു ജീവിതം, അല്ലെ, യഹോവയുടെ വഴി നടക്കുമെന്നുള്ള തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം, ഉറച്ച തീരുമാനം, അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ടാബർനാക്കിളിലേക്ക് വരുമ്പോ സമാഗമന കൂടാരത്തിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കും, നമുക്കറിയാം ആദ്യം കാണുന്നത് ഔട്ടർ കോർട്ട്, അല്ലെ, അപ്പൊ ഏറ്റവും പുറത്തുള്ള സാക്രിഫൈസ് നടക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് സാക്രിഫൈസ് നടക്കുന്നത്, ബലി നടക്കുന്ന സ്ഥലം, അല്ലെ, പോകേണ്ടതിനെല്ലാം കളയുന്ന ഒരു സ്ഥലം, അല്ലെ, അത് കഴിഞ്ഞിട്ടാണ് ഹോളി ഓഫ് ഹോളീസ്, ഹോളി വിശുദ്ധ സ്ഥലം എന്ന്, അത് കഴിഞ്ഞ് അതിവിശുദ്ധമായിട്ടുള്ള സ്ഥലം. വിശുദ്ധ സ്ഥലത്താണ് ഈ എന്താ പറയാ ധൂപത്തിന്റെ ഓൾട്ടർ ഇരിക്കുന്നത്, അല്ലെ, എന്ന് വെച്ചാൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വേണ്ടാത്തതിനെ സകലതിനെ കളഞ്ഞിട്ട്, അല്ലെ, വേണ്ടാത്തതിനെ സകലം കളഞ്ഞിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടതിനെ സാക്രിഫൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉള്ളിലേക്കായി വിശുദ്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് കയറുകയും, വിശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് നമുക്കറിയാം 7 ലാമ്പ്, അല്ലെ, ദീപങ്ങൾ ഉള്ള ആ ലാമ്പ് സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കറിയാം ഷോ ബ്രെഡ് ഉണ്ട്. അതിനെല്ലാം ഉള്ളിലാക്കി ആയിട്ടാണ് ഏറ്റവും അടുത്ത് ഹോളി ഓഫ് ഹോളീസിന്റെ ഏറ്റവും അടുത്താണ് ഈ ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, ധൂപം കത്തിക്കുന്ന ആ ഓൾട്ടർ, അല്ലെ, ആ യാഗപീഠം ഉള്ളത്, അല്ലെ, അവിടെയാണ് പ്രയറുകൾ നടക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവേണ്ടതിനെല്ലാം കളഞ്ഞിട്ടാണ് നമുക്ക് ആ യഥാർത്ഥത്തിലുള്ള ഒരു വർഷിപ്പിലേക്ക്, യഥാർത്ഥത്തിലുള്ള പ്രയറിലേക്ക് നമുക്ക് വരാൻ സാധിക്കത്തുള്ളൂ, അല്ലെ. വേണ്ടെന്ന് വെക്കേണ്ടതിനെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട്, വേണ്ടെന്ന് വെക്കേണ്ടതിനെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ കോർട്ടിലാണ് സാക്രിഫൈസും ബലിയും നടക്കുന്നെങ്കിൽ അവിടെ നശിപ്പിച്ച് കളയേണ്ടതെല്ലാം എന്താ പറയാ നമ്മുടെ പാപത്തിനുള്ള പരിഹാരത്തിനുള്ള കാര്യം ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, ആവശ്യമില്ലാത്തതിനെല്ലാം കളഞ്ഞുകൊണ്ട്, ആവശ്യമുള്ളതിനെ മാത്രം കൂടെ നിർത്തിക്കൊണ്ട്, അല്ലെ, ദൈവത്തിൻ്റെതല്ലാത്ത വഴികളെല്ലാം കളഞ്ഞുകൊണ്ട്, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജീവിതം മാത്രം ജീവിച്ചുകൊണ്ട്, എന്നിട്ട് വേണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറുന്നതിന്. അവിടെയുള്ള പ്രാർത്ഥന മാത്രമേ ദൈവം സ്വീകരിക്കാൻ പോകുന്നുള്ളൂ, അല്ലെ. അപ്പൊ അങ്ങനെ വേണ്ടെന്ന് വെക്കുക എന്ന് പറയുമ്പോൾ അത് മനഃപൂർവ്വമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ് ജീവിതത്തിൽ. ദൈവമേ, ഞാൻ ചെയ്തത് മിക്കവാറും തന്നെ തെറ്റുകളായിരുന്നു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം വേണ്ട, അല്ലെ, ഞാൻ അങ്ങനത്തെ ഒരു ജീവിതത്തെ പറ്റി ഉദ്ദേശിക്കുന്നത് ചെയ്തു, അത് ശരിയാണ്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, പക്ഷെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമേ, അല്ലെ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടി തന്നെ നമ്മള് മനഃപൂർവ്വമായിട്ട് എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യുന്നതിന് താല്പര്യം, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഇന്റൻഷണൽ ആയിട്ട്, അല്ലെ, ഇന്റൻഷണൽ ആയിട്ട് നമ്മളെ തന്നെ പ്യുവർ ആയിട്ട് നിർത്താൻ വേണ്ടി, അല്ലെ, നമ്മളെ തന്നെ ഹംബിൾ ആയിട്ട് നിർത്താനായിട്ട് അങ്ങനെ ആയിരിക്കണം നമ്മൾ എന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മളെ പറ്റി ദൈവത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, എത്രമാത്രം പേര് അനുസരിക്കും, അല്ലെ, യഹോവ തന്റെ പേര് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ സ്ഥലം വരെ പോകാൻ വേണ്ടി എത്ര പേര് താല്പര്യപ്പെടും, എത്ര പേര് അതിനായിട്ട് അങ്ങനെ ചെയ്യും, അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മനസ്സ് കാണിക്കും എന്നതിനെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ. ഇപ്പൊ ആവർത്തന പുസ്തകത്തിന്റെ 12 14 ദൈവമൊക്കെ ഉണ്ട്, 16 ദൈവം അത് പറയുന്നുണ്ട്, അല്ലെ. പല ചാപ്റ്ററുകൾ ദൈവം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്,
അല്ലെ, ഞാൻ എൻ്റെ പേര് സ്ഥാപിക്കാൻ വേണ്ടി എന്താ പറയുക തിരഞ്ഞെടുത്തിരിക്കുന്ന ആ സ്ഥലത്ത് അല്ലെ, ആ സ്ഥലത്ത് വേണം നിങ്ങൾ പോയി വേണം ബലി കൊടുക്കാൻ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആയിരിക്കട്ടെ നമ്മൾ, അല്ലെ, ദൈവത്തിന് ഇഷ്ടമുള്ള അനുസരിച്ചുള്ള ഒരു ജീവൻ ജീവിക്കുന്ന വ്യക്തികൾ ആയിരിക്കട്ടെ നമ്മൾ. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ സ്നേഹത്തായിട്ട് നന്ദി പറയുന്നു കർത്താവ്. അങ്ങയ്ക്ക് വേണ്ടി കർത്താവ് ഒരു മനഃപൂർവ്വമായിട്ട് കർത്താവ് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. കളയേണ്ടതിനെല്ലാം കളഞ്ഞുകൊണ്ട് കർത്താവ് ലോഡ് പാത്തുകാട് അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം, അത് ഇന്റൻഷണൽ ആയിട്ടുള്ള പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെന്ന് അപേക്ഷിക്കുന്ന കർത്താവ്. ലോഡ് ഹോളി സ്പിരിറ്റ് ഗോഡ് അങ്ങയുടെ കൃപയില്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല കർത്താവ്. താങ്ക് യു ജീസസ്. അങ്ങയുടെ മുഖത്തായിരിക്കട്ടെ ഞങ്ങളുടെ കണ്ണുകൾ ലോഡ് ലോകത്തിലാകാതിരിക്കട്ടെ കർത്താവ്. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ഇന്ന് കേട്ടെങ്കിൽ ദൈവത്തെ മഹത്വം ഉണ്ടാകട്ടെ.